ഹലോ, നമസ്കാരം. സ്പൈ സിനിമകൾ ഇഷ്ടമാണ്. ത്രില്ലർ സിനിമകൾ, എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലേഴ്സ് എന്നൊക്കെ പറയുന്ന സംഭവം. അങ്ങനെയാണെങ്കിൽ ദ അമച്വർ അല്ലെങ്കിൽ ദ അമറ്റർ, പ്രൊനൗൺസിയേഷൻ എങ്ങനെ വേണേൽ ആവാം. അമേരിക്കയിലും യു കെയിലും ഒക്കെ ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷനാണ് ഈ സാധനത്തിന്. ഞാൻ ദ അമച്വർ എന്ന് കേട്ടിട്ടാണ്, ഞാനൊക്കെ പഠിച്ചിട്ടുള്ള അങ്ങനെയാണ് നമ്മളെ പ്രൊനൗൺസിയേഷൻ. ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയതാണ്. ഐ തിങ്ക് ലാസ്റ്റ് വീക്ക്, ഈ വീക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ ഞാൻ കുറച്ച് കാലമായി കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ വേറെ ഓരോ സിനിമ പോകുന്ന സമയത്ത് വരും കമ്മിങ് സൂൺ സിനിമകളുടെ ട്രെയിലർ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമ കാണണമെന്ന് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതല്ല. പക്ഷേ ഞാൻ കാണണമെന്ന് ഉദ്ദേശിച്ച ചില സിനിമകൾ കളിക്കുന്ന തിയേറ്റർ ടെമ്പററി ക്ലോസ് ചെയ്തുകൊണ്ട് ഐ സെഡ് ഓക്കെ റൈറ്റ്, ലെറ്റ് മീ ഗോ ആൻഡ് വാച്ച് ദിസ്. റാമി മാലേക്, ലോറൻസ് ഫിഷ്ബേൺ ഒക്കെയാണ് അഭിനയിക്കുന്നത്. ഇതൊരു 1981 ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ. അതിൻ്റെ ഒരു കനേഡിയൻ സിനിമ ആ നോവലിനെ ആസ്പദമാക്കിയിട്ട് റിലീസായിട്ടുണ്ട് തോന്നുന്നു. ദിസ് മൂവി, ദ ന്യൂ മൂവി, റാമി മലേക് അഭിനയിക്കുന്ന ദ അമച്വർ, ഗംഭീര റേറ്റിംഗ് ഒക്കെയാണ് റോട്ടൻ ടൊമാറ്റോസിൽ. അവർ എന്തായാലും പോയി കാണാമെന്നുള്ളത്. ദ റീസൺ ഐ ഡിഡ് നോട്ട് വാണ്ട് ടു വാച്ച് ഇസ് ദ ട്രെയിലർ മേക്സ് യു ഫീൽ ദാറ്റ് ഇറ്റ്സ് വെരി പ്രിഡിക്റ്റബിൾ എന്നുള്ളത്. ഇപ്പോൾ ട്രെയിലർ കണ്ട ആൾക്കാർക്ക് അറിയാം. അതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു CIA, ഒരു അനലിസ്റ്റായിട്ട് CIA വർക്ക് ചെയ്യുന്ന ഒരാളുടെ ഭാര്യ അവിചാരിതമായിട്ട് ഒരു കോൺഫറൻസിൽ വെച്ചിട്ട് കിഡ്നാപ്പിങ്ങിൻ്റെ ഭാഗമായി കൊല്ലപ്പെടുകയാണ്. അങ്ങനെ ആ കൊലപാതകം നടത്തിയ ആൾക്കാരുടെ പിന്നാലെ റിവെഞ്ചുമായിട്ട് നമ്മളെ ഹീറോ പോവുകയാണ്. അപ്പം വളരെ പ്രഡിക്റ്റബിളാണ്, കാരണം റിവെഞ്ചാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ബട്ട് ദ മൂവി ഈസ് റിയലി ഗുഡ്. അതിന് റാമി മാലേക്കിൻ്റെ അഭിനയം എന്നുള്ളത് ആണ് അതിൻ്റെ മെയിൻ ഒരു ഫാക്ടർ. ഇഫ് യു ഹവ് നോട്ട് സീൻ, ആരാണ് റാമി മാലേക് എന്നുള്ളത്, ഇഫ് യു ഹവ് നോട്ട് സീൻ ഹിസ് മൂവീസ്, ബൊഹീമിയൻ റാപ്സഡി എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ഫ്രെഡി മെർക്കുറി ആയിട്ട്, ക്വീൻ ബാൻഡിൻ്റെ ഫ്രെഡി മെർക്കുറി ആയിട്ട് അഭിനയിച്ചതിന് ഓസ്കർ കിട്ടിയിട്ടുണ്ട്. കൂടാതെ ജെയിംസ് ബോണ്ടിൻ്റെ ഒരു സിനിമയിൽ വില്ലനായിട്ട്. അപ്പോൾ ഈ ഓസ്കറിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ഹാവ് എ ചാൻസ് ടു പ്ലേ ദ വില്ലൻ ഇൻ ജെയിംസ് ബോണ്ട് മൂവി. അത് കഴിഞ്ഞിട്ട് വരുന്നത് അതിപ്പം നമ്മളെ പല ആൾക്കാരും, ഇഫ് യു ലുക്ക് അറ്റ് ഇൻ യാവിയർ ബാർഡേം, പിന്നെ വേറെയും ചില ആൾക്കാരൊക്കെ, അത് എനിക്ക് തോന്നുന്നു ദാറ്റ് ഓഫർ ഇസ് ദെയർ, ദേ വിൽ കം. അതൊരു രസത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ റാമി മലേക് അത് അങ്ങനെ ഒരു റോളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ജെയിംസ് ബോണ്ട് സിനിമകൾ വരില്ല എന്നുള്ളൊരു ഫാക്ടറും കൂടെ ഉണ്ട്. ബട്ട് ഐ തിങ്ക് വെൻ ഇറ്റ് കംസ് ദേ ട്രൈ ടു പിക്കപ്പ് ദ ബെസ്റ്റ് ആക്ടർ ഇൻ വൺ ഓഫ് ദ ഓസ്കർ കിട്ടിയ ആളെ കൊണ്ട് അഭിനയിപ്പിക്കാൻ വേണ്ടി ശ്രമം. വില്ലൻ കഥാപാത്രം, ജെയിംസ് ബോണ്ടിൻ്റെ റോളല്ല. എനിവേ, അപ്പം ഇതാണ് സിനിമയുടെ ഒരു റിവെഞ്ച് സ്റ്റോറിയാണ്. പക്ഷെ അതിനെ വളരെ വ്യത്യസ്തമായി മാറ്റുന്നത് എനിക്ക് തോന്നുന്നത് റാമി മലേക്കിൻ്റെ ആ ഒരു ക്യാരക്ടർ, ഒരു നേർഡി ഗീക്കി ഫെലോ, ഭയങ്കര ആക്ഷൻ്റെ സംഭവമൊന്നുമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇമോഷണൽ റോളുകൾ, ഒരു കൺഫ്യൂഷൻ, പെട്ടെന്ന് എന്താ പറയുക, യു ഡോണ്ട് ഫിറ്റ് എനിവേ, യു ഡോണ്ട് ടോക്ക് മച്ച്, ബട്ട് ദെൻ യു ഹാവ് ദിസ് ഹൈ ഇൻ്റലിജൻസ് ടു സ്ട്രാറ്റജൈസ് സർട്ടൻ തിങ്സ്. മാത്രമല്ല CIA കുറേ ഈ സോഫ്റ്റ്വെയറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഇന്നർ ഓപ്പറേഷൻ നന്നായിട്ട് അറിയുകയും ചെയ്യാമെന്നുള്ളതാണ്. അതുകൂടാതെ ഇതിൽ പാരലായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നടക്കുന്ന ഒരു സാധനം, വിസിൽ ബ്ലോവർ, CIA നടക്കുന്ന ചില പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഥ പറഞ്ഞും പോകുന്നുണ്ട്. ലോകത്തിലെ ഒരുവിധം സ്പൈ ഓർഗനൈസേഷൻസൊക്കെ പലപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത്, അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്പേസ് പലപ്പോഴും ലീഗൽ ഇല്ലീഗൽ എന്നുള്ളതിൻ്റെ നടുവിലും ഇല്ലീഗലായി പോകാനും സാധ്യതയുള്ള കുറേ കാര്യങ്ങളും. ആ സ്പേസ് ഈസ് കൈൻഡ് ഓഫ് ഗ്രേ. അത് എത്ര കണ്ട് ഗ്രേ ആവാം, ഗ്രേയിൽ നിന്ന് ഡാർക്ക് ആവുമോ, ഏതാ എന്നുള്ളതൊക്കെ ഒരു സെൽഫ് ചെക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അതിപ്പം CIA ആയാലും ശരി, ലോകത്തിലെ ഏത് സ്പൈ ഓർഗനൈസേഷൻ, ഇൻ്റലിജൻറ്റ് ഓർഗനൈസേഷനും ദർ ആർ കേസസ്. കാരണം അവർ പലപ്പോഴും വർക്ക് ചെയ്യുന്നത് അവരുടെ ജൂറിസ്ഡിക്ഷനായിട്ടുള്ള അവരുടെ രാജ്യത്തല്ല. പലപ്പോഴും അവരുടെ വർക്കിൻ്റെ മെയിൻ സംഭവങ്ങൾ നടക്കുന്നത് മറ്റ് രാജ്യങ്ങളാണ്, ഫോറിൻ സോയിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫോറിൻ സോയിലിൽ പോയിട്ട് ഇമാതിരി പരിപാടി കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുള്ളവർക്ക് അങ്ങനെ പോയി കാര്യങ്ങൾ, വാർത്തകൾ ചോർത്തുക, അപ്പോൾ ഡബിൾ ഏജൻസിനെ വെക്കുക, ആൾക്കാർ കൂറുമാറുക, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്, ഫോർ us to actually infer how this whole system works.
ബട്ട് ദ മെയിൻ ത്രെഡ് ഇസ് ഒരു സാധാരണക്കാരൻ അനലിസ്റ്റായി വർക്ക് ചെയ്യുന്ന ഒരാൾ, ഭാര്യ കൊല്ലപ്പെടുന്നു, പിന്നെ അയാൾക്ക് അറിയുന്ന രീതിയിൽ അയാൾക്ക് ഈ CIA ഒന്നും അയാൾക്ക് അറിഞ്ഞൂടാ, അങ്ങനത്തെ കോമ്പാറ്റും ഒന്നും അയാൾക്ക് അറിഞ്ഞൂടാ, എന്നാലും അയാൾ ഈസ് ഗോയിങ് ആഫ്റ്റർ ദം എന്നുള്ളതാണ്. 81 ആണ് ഈ സിനിമ, ഈ പുസ്തകം വന്നിട്ടുള്ളത്. 81 കഴിഞ്ഞിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഈ സിനിമ 2025 ഈ പുതിയ അമച്വർ എന്ന് പറഞ്ഞ സിനിമ റിലീസാവുന്നത്. ടെക്നോളജി വളരെയേറെ മാറിയിട്ടുണ്ട്. 81 നിന്നും ഇപ്പോഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ടെക്നോളജി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കാരണം ചിലപ്പോൾ വളരെ ഫിക്ഷണലായിട്ട് ആ നോവലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാവുന്ന ഒരു ലോകത്ത് കൂടിയാണ്. സർവെയിലൻസിൻ്റെ കാര്യവും ഒരാൾ നടന്നു പോകുമ്പോൾ തന്നെ നമുക്കറിയാം ആരാ, അയാളുടെ ബോഡിയിൽ എന്തുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നോവൽ വായിക്കാൻ തന്നെ എനിക്ക് എക്സാക്ട്ലി അറിഞ്ഞൂടാ, പക്ഷേ 1981 ഒരു നോവൽ എഴുതിയിട്ട് അതിൽ ഇങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we are living at a time when many of the things that was fictionalized accounts has become a reality. പ്രത്യേകിച്ച് ടെക്നോളജീൻ്റെ കാര്യത്തിൽ. അന്ന് 1981 ആ പുസ്തകം എഴുതുമ്പോൾ CIA അടുത്തും അല്ലെങ്കിൽ വലിയ വലിയ ഓർഗനൈസേഷൻ്റെ അടുത്തുള്ള എല്ലാവിധ ടെക്നോളജീൻ്റെ കാട്ടും വലിയ ടെക്നോളജിയാണ് നമ്മളൊക്കെ ഫോണിൽ ഇപ്പോൾ ഒന്ന് കിടക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് ഹൗ ദ ടെക്നോളജി സ്പേസ് ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സിനിമയായിട്ട് ഇനിയും വരാം. നവനയനാക്കാം.